അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, ഞാനും നിങ്ങളും എങ്ങനെ മുസ്ലിമായി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? പലതരത്തിലുള്ള ഉത്തരമുണ്ടാകും. ഭൂരിപക്ഷം ആളുകളും പറയുന്ന ഉത്തരം ഇപ്പോൾ നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു. എൻ്റെ ഉമ്മയും ഉപ്പയും മുസ്ലിം ആയതുകൊണ്ട്, ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു മറുവശമില്ലേ? ഞാനൊരു ഹൈന്ദവ കുടുംബത്തിലായിരുന്നുവെങ്കിൽ, ഞാനൊരു ക്രൈസ്തവ കുടുംബത്തിലായിരുന്നുവെങ്കിൽ ഞാൻ ക്രൈസ്തവനാകുമായിരുന്നു, ഞാൻ ഹൈന്ദവനാകുമായിരുന്നു എന്നൊരു മറുവശം അതിനില്ലേ? അപ്പോൾ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു എന്നത് ചെറിയ കാര്യമല്ല, അത് വലിയ അനുഗ്രഹമാണ്. വജഅലനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ ഉൾപ്പെട്ടവനായി എന്നത് വലിയ അനുഗ്രഹമായിട്ടാണല്ലോ തിരു ഹദീസിൽ തന്നെ എടുത്തു പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് മുസ്ലിമായി എന്ന ചോദ്യത്തിന് വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും പഠിച്ചു മനസ്സിലാക്കിയത് സത്യമാണ് എന്നെനിക്ക് ബോധ്യമായതുകൊണ്ട് ഞാൻ മുസ്ലിമായി എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്കെല്ലാം ഇസ്ലാമാണ് സത്യം, പരലോകം സത്യം, നരകം സ്വർഗം സത്യം എന്ന് പഠിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടേറെ തെളിവുകൾ, ദൃഷ്ടാന്തങ്ങൾ, ആയാത്തുകൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ തെളിവാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനാണ് എന്തുകൊണ്ട് നാം മുസ്ലിമായി എന്ന ചോദ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം. ആ ഉത്തരം പറയാൻ നമുക്ക് സാധിക്കണം. ആ ഉത്തരത്തിലേക്ക് നമ്മൾ എത്താൻ, നമ്മുടെ മുൻഗാമികൾ മുസ്ലിങ്ങളാകാനുള്ള കാരണം എന്താണ്? അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഇസ്ലാം ഇല്ലാത്ത നാട്ടിലേക്ക് ഇസ്ലാം എത്തി എന്നതാണ്. അങ്ങനെ എത്തി. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇൽ വെച്ച് ആ 10,000-കണക്കിന് സ്വഹാബികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്, ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവരിലേക്ക് എത്തിക്കും. അക്ഷരാർത്ഥത്തിൽ അവർ അത് നെഞ്ചിലേറ്റി. എങ്ങോട്ടാണോ അവരുടെ കുതിരകൾ, അവരുടെ ഒട്ടകങ്ങൾ തിരിഞ്ഞു നിൽക്കുന്നത്, ആ ഭാഗത്തേക്ക് അവർ സഞ്ചരിച്ചു. പായ കപ്പലുകളിൽ, അന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിലേക്കൊക്കെ എത്താൻ ഇന്നത്തെ പോലെയുള്ള സുരക്ഷിതമായ, പൂർണ്ണമായും സുരക്ഷിതം നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള കപ്പലുകളൊന്നുമില്ല. പക്ഷേ അള്ളാഹുവിൽ തവക്കുലാക്കി അവർ യാത്ര ചെയ്തു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവർ എത്തി. ഒരു കാര്യം അവിടെ നാം ചിന്തിക്കണം. എവിടുന്നാണ് അവർ യാത്ര ചെയ്തത്? മക്കയിൽ നിന്ന്, മദീനയിൽ നിന്ന്, ഹറമുകളുടെ നാട്ടിൽ നിന്നാണ് യാത്ര ചെയ്തത്. നോക്കൂ, ഞാനും നിങ്ങളും ഹറമുകളിൽ പോയാൽ അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു സംസാരമുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഒരു ചെറിയ വീടുണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ മക്കൾക്കാർക്കെങ്കിലും ഇവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് അവിടെ താമസിച്ച് എപ്പോഴും ഹറമിൽ വരാമായിരുന്നല്ലോ എന്ന് ചിന്തിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? കാരണം മക്കയിൽ 1,00,000 ഇരട്ടിയാണല്ലോ നമസ്കാരത്തിൻ്റെ കൂലി, മദീനയിലാകുമ്പോൾ 1000 ഇരട്ടിയും. അപ്പോൾ ഈ 1,00,000-ഉം 1000-ഉം ഇരട്ടി ഓരോ വഖത്തിനും കിട്ടുന്ന പ്രതിഫലം ഉപേക്ഷിച്ച് സ്വഹാബത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? അവിടെയാണ് അവർ വലിയ ദീർഘദൃഷ്ടിയുള്ളവരായിരുന്നു. ഒന്ന്, റസൂലുള്ളാഹിയുടെ ആഹ്വാനം. 2, വമ്പിച്ച പ്രതിഫല ബോധം അവർക്കുണ്ടായിരുന്നു. കാരണം അവർ അവിടെ നിന്നാൽ അവർക്ക് ഓരോ വക്തിനും 1,00,000 ഇരട്ടി, മദീനയിൽ 1000 ഇരട്ടി കിട്ടും. പക്ഷേ അവർ പരിശുദ്ധ ഇസ്ലാമിൻ്റെ സന്ദേശം ഇസ്ലാം അല്ലാത്തവരിലേക്ക് എത്തിച്ച് പടച്ചവൻ്റെ അനുഗ്രഹത്താൽ അവർ ഇസ്ലാം സ്വീകരിച്ചാൽ അതോടുകൂടി അവരുടെ അമലിൻ്റെ കൂലിയും കിട്ടും. 35 ലക്ഷത്തോളം ആളുകൾ ഹജ്ജിൽ പങ്കെടുക്കുന്നു. കേരളത്തിൽ നിന്ന് വരുമ്പോൾ 35,000 ആളുകൾ ഹജ്ജിൽ കേരളത്തിൽ നിന്ന് പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ 35,000 ആളുകൾ ഹജ്ജ് ചെയ്യുന്ന കൂലി ആർക്കാ? അവർക്ക് ഇസ്ലാമിൻ്റെ വെളിച്ചം കാണിച്ചു കൊടുത്തവർക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് ദഅവത്ത് എന്ന് പറയുന്നത് നമുക്ക് പ്രതിഫലം വാരിക്കൂട്ടാൻ പറ്റിയ, അതോടൊപ്പം നമ്മുടെ ബാധ്യത കൂടിയാണ്. അത് നാം മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിൽ 12-ാം അധ്യായമായ സൂറത്ത് യൂസുഫിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖുൽ ഹാദിഹി സബീലി അദഉ ഇലല്ലാഹ്. പറയുക നബിയെ, ഇതാണ് എൻ്റെ മാർഗം, ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു. എങ്ങനെയാണ്? ഉൾക്കാഴ്ചയോടുകൂടി, തികഞ്ഞ വിജ്ഞാനത്തോടുകൂടി, അലാ ബസീറ, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളോടുകൂടി, തെളിവുകളോടി ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു. അന വമനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയവരും. നോക്കൂ, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറയുന്നു, അവിടുന്ന് അള്ളാഹുവിലേക്ക് ബസീറത്തോടുകൂടി ക്ഷണിക്കുന്നു. എന്നിട്ട് അടുത്ത പദം എന്താ? അന വമനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയവരും. അതിൽ പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? റസൂലുള്ള പറയാണ് ഞാനും എന്നെ പിൻപറ്റിയവരും.
അപ്പോൾ അതിൽ പെടണമെങ്കിൽ ദഅവ എന്നത്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം. വ്യക്തിപരമായി നമുക്ക് ജനങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാം. ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമ്മുടെ സംസാരത്തിലൂടെ, നമ്മുടെ എഴുത്തിലൂടെ, നമ്മുടെ സോഷ്യൽ മീഡിയ ഇടപെടലുകളിലൂടെ നമുക്ക് മറ്റുള്ളവർക്ക് പരിശുദ്ധ ഇസ്ലാമിനെ പരിചയപ്പെടുത്താം, അവരെ പരിശുദ്ധ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാം. അതിനേക്കാളും പ്രധാനമാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ യദുല്ലാഹി മഅൽ ജമാഅ, അള്ളാഹുവിൻ്റെ സഹായം ജമാഅത്തിനോടൊപ്പമാണ്, കൂട്ടായ്മയോടൊപ്പമാണ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, അവിടുത്തെ മകൻ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ രക്ഷയുടെ കപ്പലിൽ കയറാതെ മാറി നിന്നപ്പോൾ, പ്രയാസപ്പെട്ടപ്പോൾ, പടച്ചവനോട് ആ പ്രയാസം പറഞ്ഞപ്പോൾ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനോട് അള്ളാഹ് പറഞ്ഞത്, അവൻ നിൻ്റെ കുടുംബക്കാരിൽപ്പെട്ടവനല്ല, അവൻ നിൻ്റെ അഹ്ലുകാരിൽപ്പെട്ടവനല്ല. പിന്നെ ആരാ? നൂഹ് നബിയുടെ അഹ്ലുകാർ, ആ ആദർശം സ്വീകരിച്ച് നൂഹ് നബിയോടൊപ്പം ചേർന്നവർ. നോക്കൂ, അപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം രക്തബന്ധങ്ങൾക്കപ്പുറത്തുള്ള ആദർശബന്ധത്തിൻ്റെ ഒരു കൂട്ടായ്മ, ആ കുടുംബത്തിൽ മകൻ പെടില്ല എന്ന് പറഞ്ഞു. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞെടുത്ത്, നിങ്ങൾ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ നിലപാട് സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ വല്ലദീന മഅഹു, അല്ലദീ സൂറത്ത് മുംതഹിനയിൽ അദ്ദേഹത്തോടൊപ്പമുള്ളവരിലും നിങ്ങൾക്ക് മാതൃകയുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടൊപ്പം ആ ആദർശം സ്വീകരിച്ചവർ, അതിൽ പിതാവുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ പ്രവാചകന്മാരെക്കുറിച്ച് പറയുന്ന ഹവാരികളെക്കുറിച്ച് പറയുന്നു. മഹാനായ ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറയുന്നിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തന്നെ അന വമനിത്തബഅനി എന്ന് ഖുർആൻ പറഞ്ഞ അതേപോലെ തന്നെ രക്ഷയുടെ മാർഗമായി പറഞ്ഞു തന്നത് ഞാനും എൻ്റെ സ്വഹാബത്തും മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി എന്നാണ്. അപ്പോൾ കൂട്ടായ്മ എന്നത് പ്രവാചകന്മാരുടെ മാർഗമായിരുന്നു, അവരുടെ രീതി അതായിരുന്നു. ആ രീതിയിൽ നമ്മൾ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ദഅവ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ വ്യത്യസ്തങ്ങളായ കഴിവുകളെ നമുക്ക് യോജിപ്പിക്കാൻ പറ്റും. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കഴിവ്, അതേപോലെ തന്നെ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഊർജ്ജസ്വലത, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വിനയവും അവിടുത്തെ കഴിവുകളും, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിൻ്റെ കൂർമ്മ ബുദ്ധി, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കഴിവുകളെ ദീനീ മാർഗത്തിൽ ഉപയോഗിച്ചു. അപ്പോൾ അതെല്ലാം കൂടി യോജിപ്പിച്ചുകൊണ്ട്, മാത്രമല്ല ബദറിൻ്റെ വഹയി വന്നപ്പോൾ, ബദർ യുദ്ധം ചെയ്യാൻ അല്ല പറഞ്ഞാൽ പിന്നെ റസൂലുള്ള ബദറിനങ്ങ് ഇറങ്ങുക, എല്ലാവരെയും കൂട്ടുക നല്ലതേ, അതങ്ങനെയല്ല ചെയ്തത്. മറിച്ച് ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട വഹയി വന്നപ്പോൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിനോട്, ഉമർ ഖത്താബിനോട്, വ്യത്യസ്ത ഗോത്രങ്ങളോട് ശൂറ ചെയ്യുന്നു. ഇങ്ങനൊരു നിർദ്ദേശം വന്നിരിക്കുന്നു, ധൈര്യമായി മുന്നോട്ട് പോയിക്കൊള്ളൂ. അവർ റസൂലുള്ളാഹി വിളിച്ചാൽ അവർ വരും, പക്ഷെ അവരുടെ കൂടി വിഷയമാക്കി വഹയുള്ള വിഷയം പോലും ശൂറ ചെയ്യുകയാണ്. അംറുഹും ശൂറാ ബൈനഹും, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ശൂറ ചെയ്യണം. അങ്ങനെ ഓരോ പ്രദേശത്തും സത്യത്തിൻ്റെ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആദർശം സ്വീകരിച്ച ആളുകൾ പരസ്പരം കൂടിയിരിക്കുന്നു. മൂന്നാളാണെങ്കിൽ നാലാമനിലേക്ക് എങ്ങനെ എത്തിക്കാം എന്ന് ചിന്തിക്കുന്നു. അങ്ങനെ അതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്വാദിഖീൻ, ഈമാനുള്ളവരെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ സത്യവാന്മാരോടൊപ്പമായിരിക്കണം എന്ന് സൂറത്തു തൗബയിലെ ആയത്ത് പറഞ്ഞുകൊണ്ട് ഇന്ത്യയെപ്പോലെയുള്ള രാജ്യത്ത് കൂട്ടായ്മ ഉണ്ടാക്കി അതിൽ മെമ്പർഷിപ്പ് എടുത്തും അതിൽ ഭാരവാഹിത്വം സ്വീകരിച്ചുമൊക്കെ ദഅവത്ത് നടത്തുന്നതിന് ഒരു കുഴപ്പവുമില്ല എന്ന് മാത്രമല്ല, അങ്ങനൊരു തൗഹീദിൻ്റെ സംഘം ഉണ്ടെങ്കിൽ നിങ്ങളതിൽ പോയി ചേർന്നിരിക്കണം, അത് നിങ്ങളുടെ സുരക്ഷയ്ക്കാവശ്യമാണ് എന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ പ്രമാണങ്ങൾ ഉദ്ധരിച്ചു പറയാനുള്ള കാരണം അതാണ്. അതുകൊണ്ട് തന്നെ നാം ജീവിച്ചിരിക്കെ നമ്മുടെ നമസ്കാരവും നോമ്പും ഇബാദത്തുകളും ചെയ്യുന്നതോടൊപ്പം വിശുദ്ധ ഖുർആനിൽ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിൽ ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകനോട് പറയുകയാണ്, യാ ബുനയ്യ അഖിമിസ്സലാ വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസ്വാബക് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. എൻ്റെ പ്രിയപ്പെട്ട മകനെ, നീ നമസ്കാരം നിലനിർത്തണം, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം, നിനക്ക് ബാധിച്ച വിഷയങ്ങളിൽ നീ ക്ഷമ കൈക്കൊള്ളണം. അത് ഖണ്ഡിതമായി നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഒരു ഉപേക്ഷയും കൂടാതെ ചെയ്യേണ്ട കാര്യമാണ് ദഅവത്ത്, അള്ളാഹുവിലേക്ക് ക്ഷണം. അപ്പം നമസ്കാരത്തോടൊപ്പം
ക്ഷമയോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. ഏറ്റവും വലിയ നന്മ ഏകദൈവാരാധനയാണ്. ഏറ്റവും വലിയ തിന്മ ആ ഏകദൈവാരാധനയിൽ കലർപ്പുണ്ടാക്കി പടച്ചവന് മാത്രം കൊടുക്കേണ്ടത് പടച്ചവനല്ലാത്തവർക്ക് കൂടി സമർപ്പിക്കുന്ന ഏറ്റവും വലിയ ധിക്കാരം, ഏറ്റവും വലിയ നന്ദികേട്, ഏറ്റവും വലിയ അക്രമം, ഏറ്റവും വലിയ അസത്യം. പടച്ചവൻ്റെ വെള്ളം കുടിച്ച്, പടച്ചവൻ്റെ വായു ശ്വസിച്ച്, എന്നിട്ട് ശ്വാസം മുട്ടുമ്പോൾ പടച്ചവനല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്നതാണ് ലോകത്തുള്ള ഏറ്റവും വലിയ തെറ്റ്. ആ തെറ്റിൽ നിന്ന്, ആ അനീതിയിൽ നിന്ന് ജനങ്ങളെ തിരിച്ച് നീതിയിലേക്ക്, സത്യത്തിലേക്ക്, പടച്ചവനെ മാത്രം ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നതാണ് ദഅവത്തിൻ്റെ മുഖ്യ വിഷയം. എല്ലാ പ്രവാചകന്മാരും സമൂഹത്തോട് പറഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, സൃഷ്ടാവായ സംരക്ഷകനായ പടച്ചവനല്ലാതെ, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന സന്ദേശം. ആ സന്ദേശമാണ് ജനങ്ങളിലേക്ക് നാം എത്തിക്കേണ്ടത്. ജനങ്ങൾക്കുള്ള അവകാശമാണത്, ജനങ്ങളോടുള്ള കാരുണ്യ പ്രവർത്തനമാണത്. കാരണം മരണാനന്തരം ജീവിതമുണ്ട് എന്ന കാര്യത്തിൽ ബുദ്ധിയുള്ള ആർക്കും തർക്കമില്ല. വിശുദ്ധ ഖുർആൻ അത് ഒരു സംശയത്തിനും ഇടമില്ലാത്ത രൂപത്തിൽ ചരിത്രം വെച്ച്, ശാസ്ത്രം വെച്ച്, പ്രകൃതി ദൃഷ്ടാന്തങ്ങൾ വെച്ച് പലതരത്തിലും മരണാനന്തര ജീവിതത്തെ നമുക്ക് മുമ്പിൽ സമർത്ഥിച്ചു തരുന്നു. അപ്പോൾ മരണത്തോടുകൂടി ജീവിതം ആരംഭിക്കും. ആ ജീവിതം മുസ്ലിങ്ങൾക്ക് മാത്രമല്ലല്ലോ, മരണാനന്തര ജീവിതം ഇവിടെ മുസ്ലിങ്ങൾ അല്ലാത്തവർക്കുമുണ്ട്. മുസ്ലിങ്ങളിൽ തന്നെ തെറ്റായ വിശ്വാസങ്ങളും ആചാരങ്ങളും കൊണ്ടു നടക്കുന്നവരുണ്ട്. ജനങ്ങളിൽ നിരീശ്വരവാദത്തിലേക്ക് പോയവർക്കും പരലോകമുണ്ട്. ആ പരലോകത്ത് രക്ഷപ്പെടാൻ ഈ സന്ദേശം സ്വീകരിക്കണം. അഥവാ വിശുദ്ധ ഖുർആൻ, പ്രവാചക ചര്യ, അത് നമുക്ക് പഠിപ്പിച്ച മാർഗം നാം സ്വീകരിക്കണം, അത് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം എന്ന എല്ലാവർക്കും ഉള്ള. കാരണം സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യ പ്രകൃതത്തിൻ്റെ ഭാഗമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത എന്ന് പറയുന്നത്. ആ ചിന്ത ഉദ്ദീപിപ്പിക്കുകയാണ് നമ്മൾ വേണ്ടത്. കാരണം എല്ലാവരുടെയും മനസ്സിലതുണ്ട്. ഒരു ഖുർആൻ ക്ലാസ്സും കേൾക്കാത്ത ആദിവാസികൾ പോലും പടച്ചവനെക്കുറിച്ച് ഉടയ തമ്പുരാൻ, ആരവർക്ക് ക്ലാസ് എടുത്തത്? ആരും ക്ലാസ് എടുത്തിട്ടില്ല. അതേ, ഞാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് കരാർ വാങ്ങിയ കാര്യമാണ്. ബലാ ഷഹിദിന, ഞങ്ങൾക്കത് അറിയാമെന്ന് മനുഷ്യൻ പറഞ്ഞ കാര്യമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുള്ള ആ റബ്ബിനെക്കുറിച്ചുള്ള ആ ബോധം, അത് നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും നമസ്കരിക്കുന്നത് പോലെ, നോമ്പ് നോൽക്കുന്നത് പോലെ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. നാം ആകുന്ന വ്യക്തി നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും അവഗണിച്ചാൽ നാം ആകുന്ന വ്യക്തി നശിച്ചു പോകും. നമ്മുടെ വീട്ടിൽ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും നിന്നുപോയാൽ ആ വീട് നശിച്ചു പോകും. നമ്മുടെ നാട്ടിൽ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും നിന്നുപോയാൽ ആ നാട് നശിച്ചു പോകും. അതുകൊണ്ട് ദഅവത്ത് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ, ഒരു ഇസ്ലാമിക സമൂഹത്തിൻ്റെ നിർബന്ധമായ ബാധ്യതയിൽപ്പെട്ടതാണ്. ആ ബാധ്യതാ നിർവഹണം നമ്മൾ കൊണ്ട് കഴിയുന്ന അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ നിങ്ങൾ ആഖിറത്തിനെ ആഗ്രഹിക്കുക. ഇത് ഖാറൂനോട് സമ്പത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞതാ. എന്നാൽ ഒരു പൊതു തത്വം അതിലുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് കഴിവാണോ നമുക്ക് നൽകിയിട്ടുള്ളത് അതിലൂടെ പരലോകത്തെ ആഗ്രഹിക്കുക. വലാ തൻസ നസീബക മിന ദുനിയ, ദുനിയാവിൻ്റെ കാര്യം മറന്നു പോകണ്ട. എത്ര പ്രകൃതിപരമായ അവതരണമാണ്. നമ്മുടെ ദുനിയാവിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണം, എന്നാൽ പ്രധാനം ഏത് സന്ദർഭത്തിലും നമ്മൾ ഈ ലോകത്തുനിന്ന് വിട പറയും. അത് കഴിഞ്ഞ് വരാൻ പോകുന്ന പരലോക ജീവിതമാണ് ഏറ്റവും പ്രധാനം. ആ ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ എന്തിന് ദഅവത്ത് നടത്തുന്നു? ആളുകൾ നന്നാവാം, നന്നാകാതിരിക്കാം, അത് നമ്മുടെ കയ്യിലല്ല. ഒരാൾക്കും ഹിദായത്ത് കൊടുക്കാൻ നമുക്ക് സാധ്യമല്ല, പ്രവാചകന്മാർക്ക് പോലും സാധ്യമല്ല. ഹിദായത്ത് കൊടുക്കുന്നത് അള്ളാഹുവാണ്. പക്ഷേ ഹിദായത്തിനുള്ള കാരണക്കാർ ഉണ്ടാകും. ആ കാരണക്കാരാകാൻ നാം ശ്രമിക്കണം. ഒരാൾ നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ ഈ മനുഷ്യൻ മുഖേനയാണ് എനിക്ക് ഈ സത്യം മനസ്സിലായത് എന്ന് പറയാൻ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളുകൾ ഉണ്ടാവുക എന്നത് ചെറിയ കാര്യമല്ലല്ലോ. അതുകൊണ്ട് ഈ സത്യസന്ദേശത്തിൻ്റെ വാഹകരായി മാറാൻ, അതിൽ അഭിമാനമുണ്ടാകാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.